ഹായ്. നമ്മുടെ ഇടയിലുള്ള പല ആളുകളും അവർക്ക് ഇഷ്ടമുള്ള ഒരു കരിയർ ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ അവർക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടാവും, വലുതാകുമ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ ഓവർ ദ ടൈം വലുതാകുമ്പോൾ പാരൻസിൻ്റെ അഡ്വൈസ് കൊണ്ടും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ അഡ്വൈസ് കൊണ്ടും അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടും എത്തിപ്പറ്റുന്ന കരിയർ ചിലപ്പോൾ വേറെ ആയിരിക്കും. ഈവൻ ആ കരിയർ അവർക്ക് സൂട്ടബിൾ അല്ല, അവർക്ക് മാറണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരതിൽ തന്നെ ഒരു വിധത്തിൽ കണ്ടിന്യൂ ചെയ്ത് മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എന്നും അവരുടെ മനസ്സിൽ ഏൽപ്പിക്കുന്നുണ്ടാവും, എനിക്ക് ഈ കാര്യം ആയിരുന്നില്ല ചെയ്യേണ്ടത്, എനിക്ക് മറ്റേ ചെയ്യണമായിരുന്നു. എപ്പോഴുള്ള ചിന്ത ഇതാണ്, ഇനി ഇത്രയും വൈകി, ഇനി അത് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഫെയിൽ ആവാനുള്ള ചാൻസേ ഉള്ളൂ, അല്ലെങ്കിൽ കയ്യിലിപ്പോൾ ഉള്ളത് കൂടെ പോവും, അതും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയൊക്കെ വരുന്നത് ചിന്തിച്ച് അങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത കരിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ സ്റ്റോറി ചെയ്യുന്നത്. ഇതിൻ്റെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വൈകിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്ത് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് സ്ലോലി അതിലൊന്ന് ചെറുതായിട്ട് വർക്ക് ചെയ്ത് നോക്കാം. അതിലൊരു നല്ല രീതിയിൽ റവന്യൂ വരുന്നുണ്ട്, നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിലേക്ക് പിന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ മാത്രം ഒരു മോട്ടിവേഷന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എങ്ങനെയാണ്, രാഹുൽ എന്ന് പറയുന്ന ഒരു ആൾ, അയാൾക്ക് ഏകദേശം 35 വയസ്സോളമായി. അദ്ദേഹം ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ ഓപ്പറേഷണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല ലിവിങ് സ്റ്റാൻഡേർഡ്, സ്വന്തമായിട്ട് വണ്ടി, കാർ, വീട്, കാര്യങ്ങളൊക്കെ, നല്ല ശമ്പളം, സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലി എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും അദ്ദേഹം ഒരു കാർപ്പൻട്രി ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ആ നാട്ടിലെ ഒരു വളരെ അറിയപ്പെടുന്ന ഒരു കാർപ്പൻറ്ററായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കുന്ന ഓരോ ഫർണിച്ചറുകളും ആ നാട്ടിലെ പല വീടുകളിലെയും ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഫർണിച്ചറുകളാണ്. അങ്ങനെ അത്രയും വെൽ നോൺ, അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരു കാർപ്പൻറ്ററിൻ്റെ മകൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർപ്പൻറ്റർ ജോലിയോട് പണി അറിയാം, പക്ഷേ നല്ലൊരു ചെറിയ സർക്കാർ ജോലി കിട്ടി. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്, സർക്കാർ ലൈഫ് സ്റ്റൈലിലേക്ക് മാറി. അപ്പോൾ ഈ മോനോട് എന്നും കൊടുത്ത അഡ്വൈസ് ഇതാണ്, ഈ കാർപ്പൻട്രി ജോലി കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നല്ല സെക്യൂർ ആയിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു എന്നും അച്ഛൻ അദ്ദേഹത്തിനും ഈ മകന് കൊടുത്തിരുന്ന അഡ്വൈസ്. പക്ഷേ ഒരു 12-15 വയസ്സ് വരെ ഈ മകൻ വളർന്ന് മൊത്തം ഈ മുത്തച്ഛൻ്റെ കാർപ്പൻറ്ററിയുടെ ഉള്ളിലാണ്. മുത്തച്ഛൻ ഉണ്ടാക്കുന്ന ഓരോ ഫർണിച്ചറിൻ്റെ അകത്തും ഇവൻ ചെന്ന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ചെന്തിടാനോ അല്ലെങ്കിൽ സ്ക്രൂവിനുള്ള ഹോൾ വളയ്ക്കാനോ, അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അവൻ ആ മുത്തച്ഛൻ്റെ അടുത്ത് പണികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവനത് ചെയ്യാൻ താല്പര്യമായിരുന്നു, സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ എന്നും പറയുന്ന ഈ ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ സ്കൂളുകളിൽ പഠിച്ചു. അത് കഴിഞ്ഞൊരു MBAക്ക് പോയി ഇങ്ങനത്തെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്തു. അങ്ങനെ അവൻ ഈ കമ്പനിയിൽ ജോലിക്ക് കിട്ടി. ഒരു 15 കൊല്ലമായിട്ട് അവൻ ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. അവിടെ ഒരു മിഡ് ലെവലിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ അവിടുത്തെ സീനിയർ ഓപ്പറേഷണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നല്ലൊരു റെസ്പെക്റ്റബിൾ ജോബാണ് അവന് ആ കമ്പനിയിൽ. ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്, എല്ലാം മാനേജ് ചെയ്യുന്നു, നല്ല സ്കിൽഡായിട്ട് പോകുന്നു. പക്ഷേ എന്നും വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്നും ഒരു ഭയങ്കര തളർന്ന രീതിയിലാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത്. അപ്പോൾ ഇത് കാണും വൈഫ് ചോദിക്കും, അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ലോങ് ഡേ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരിയായ ഉത്തരവാദിത്തത്തിന് മനസ്സിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി എന്നെ കൊണ്ട് എത്ര നാളിങ്ങനെ ചെയ്യാൻ പറ്റും എന്നായിരുന്നു അദ്ദേഹത്തിന് മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ചിന്ത. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ദിവസവും ഇതേ റിപ്പീറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഓരോ ഓഫീസിലാണെങ്കിലും ഓരോ പ്രഷറായിട്ട് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം ഇത് ക്വിറ്റ് ചെയ്തിട്ട് കാർപ്പൻട്രിയിലേക്ക് സ്വിച്ച് ചെയ്താലോ, അത് ചെയ്തു നോക്കിയാലോ എന്ന ആഗ്രഹം അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ മരിച്ചുപോയി, അച്ഛന് പ്രായമായി, എന്നാലും അദ്ദേഹം ഇതിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കൊളീഗ് ഒരു ഓഫീസിലൊരു മീറ്റിങ്ങിനിടയ്ക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണു. അദ്ദേഹം അവരെല്ലാവരും കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു 2 ദിവസം ആശുപത്രിയിൽ ചെന്നെങ്കിലും അവിടെ വെച്ച് മരണപ്പെടുവാണ്. ഈ മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹം ആ വാർത്ത ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സീനിയറാണ്, പക്ഷേ എന്നും അദ്ദേഹം ഈ രാഹുലിനോട് കാഷ്വലായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് പറയുമായിരുന്നു, എന്തെങ്കിലും ഈ ജോലി വിട്ടിട്ട് അദ്ദേഹത്തിന്, അതായത് ഈ സുഹൃത്തിന്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കുറേ ലാൻഡ്സ് ഉണ്ട്, ലാൻഡെല്ലാം വെറുതെ കിടക്കുകയാണ്, അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണം, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി സെല്ല് ചെയ്ത് അങ്ങനെ ജീവിക്കണം, ഈ പൈസയ്ക്ക് വേണ്ടിയല്ല, അതൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണം, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നും അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു. നാളെ ചെയ്യാം ഇതൊന്ന് സെറ്റിലായിട്ട് ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിങ്ങനെ മാറ്റി വെച്ചൊരു ആഗ്രഹം ആ മരിച്ച ആളുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം ഈ രാഹുലിന് അറിയായിരുന്നു. ഇതിപ്പോൾ രാഹുൽ എന്നാലും തൻ്റെ കാര്യം ചിന്തിച്ചു, ഓക്കെ, നാളെ ഞാനിവിടെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ആഗ്രഹം എനിക്ക് ചെയ്യാൻ പറ്റാതെ ആയിരിക്കുമല്ലോ ഞാൻ മരിക്കുന്നത്,
ഇപ്പോൾ സുഹൃത്ത് മരിച്ചത് ആ ആഗ്രഹം പൂർത്തിയാക്കാതെയാണ് മരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഈ ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ വണ്ടി ഓടിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഈ മൈൻഡ് ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡായിട്ട് അദ്ദേഹം വീട്ടിലെത്തി. അന്ന് അദ്ദേഹത്തിന് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സുഹൃത്ത് മരിച്ചതിൻ്റെ ദുഃഖവും ആ സുഹൃത്തിൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാതാണ് അദ്ദേഹം മരിച്ചെന്നുള്ള ആ ഒരു ഓർമ്മയും ഈ രാഹുലിൻ്റെ ആഗ്രഹങ്ങൾ ഇതിനായിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ആ ചിന്തയും എല്ലാം കൊണ്ടും അദ്ദേഹം മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡായി. അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സുഹൃത്ത് സ്ഥാനത്ത് വേറൊരു ജൂനിയറായിട്ടൊരു പയ്യൻ അവിടെ ജോലിക്ക് വരുന്നു. അവൻ ആ ജോബ് ഏറ്റെടുക്കുന്നു. അവൻ അങ്ങനെ ചെയ്ത് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ സുഹൃത്ത് ആ കമ്പനിയിൽ ഏകദേശം ഒരു 20 കൊല്ലത്തോളം വർക്ക് ചെയ്തൊരു ആളാണ്. ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കമ്പനി തന്നെ പൈ മായാൻ തുടങ്ങുന്നുണ്ടപ്പോൾ രാഹുലിന് തോന്നി, നാളെ ഞാനും ഒന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എൻ്റെ ഓർമ്മ നാളെ മാഞ്ഞു പോകും. ഞാനിവിടെ ചെയ്യുന്നത് ഒരർത്ഥമില്ല. ഞാൻ എന്തെങ്കിലും എൻ്റെ സ്വന്തമായിട്ട് ചെയ്തെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യണമെന്ന് രാഹുലിനുള്ളിൽ തോന്നി. അങ്ങനെ രാഹുൽ ആ വീക്കെൻഡ് ആയപ്പോൾ പയ്യെ ഇദ്ദേഹത്തിൻ്റെ ഈ ശരിയായ വീടും ഗ്രാമവും ഒക്കെ ഒരു 2-3 മണിക്കൂർ ഡ്രൈവ് എവയാണ്. അവിടെ എന്നിട്ട് അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അവിടെ ചെന്നിട്ട് ഇവരുടെ പഴയ വീടും ആ വീടിനോട് ചേർന്നുള്ള ഈ മുത്തശ്ശൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം അതുപോലെയൊക്കെ തന്നെ അവിടെ ഉണ്ട്. അദ്ദേഹം വീടിൻ്റെ കീ എടുത്ത് വീട് തുറന്ന് ഈ വർക്ക്ഷോപ്പിൻ്റെ കീ എടുത്തിട്ട് വർക്ക്ഷോപ്പ് തുറന്നപ്പോഴത്തേക്കും മൊത്തം പൊടി പിടിച്ച് ആകെ മാറാമ്പൽ പിടിച്ച് ടൂൾസൊക്കെ കുറേയൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നശിച്ച രീതിയിലാണ് ഇരിക്കുന്നത്. ആ കെട്ടിടം ആകെ നശിച്ചു തുടങ്ങി. അവിടെ വയറിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം കണ്ടിങ്ങനെ നോക്കി നിന്നപ്പോൾ ഇത് ചെയ്യുന്ന ആലോചിച്ച് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ തുടരാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ വാതിലിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നെയ്ബർ പുള്ളി അവിടെ വരുന്നുണ്ട്. അദ്ദേഹം ഈ രാഹുൽ അങ്ങോട്ട് വന്ന കണ്ടപ്പോൾ കാറ് ആ വീട്ടിലേക്ക് കുറേ നാളായിട്ട് പൂട്ടിയിട്ടിരുന്ന വീടാണ്. കാറ് വന്ന കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചാണ്. ഈ നെയ്ബർ ശരിക്കും ഈ മുത്തശ്ശൻ്റെ സഹായിയായിരുന്നു. മീൻസ് ഈ വർക്ക്ഷോപ്പിലെ പണികൾക്ക് എല്ലാ കാര്യത്തിലും സഹായിയായിരുന്നു. പിന്നെ നല്ലൊരു കാർപ്പൻറ്ററി സ്കില്ലുള്ള ഒരാളായിരുന്നു പുള്ളിയും. അപ്പോൾ രാഹുലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു മുത്തച്ഛൻ്റെ മോനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം രാഹുലിനോട് പറഞ്ഞു, നിന്റെ മുത്തച്ഛൻ എന്നും പറയുമായിരുന്നു നിനക്ക് കാർപ്പൻറ്ററി നല്ല സ്കില്ലുണ്ടെന്ന്, നിന്നെ പണി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ തടികളിൽ പല മാജിക്കുകളും ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ഒന്നും പറയുമായിരുന്നു. നീ പിന്നെ വേറെ പഠനമൊക്കെ ആയിട്ട് അവിടുന്ന് പോയ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നിന്നെ ഈ വർക്ക്ഷോപ്പ് ഏൽപ്പിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഈ സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കേട്ടപ്പോഴത്തേക്കും രാഹുൽ ചിന്തിച്ചു, എന്തായാലും ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഈ വർക്ക്ഷോപ്പ് ഇങ്ങനെ പൂട്ടിക്കളയാൻ പറ്റില്ല. കാരണം അവർ തലമുറകളായിട്ട് ജീവിച്ചു വരുന്നതും ഈ വർക്ക്ഷോപ്പിൻ്റെ ബേസിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അച്ഛനാണെങ്കിലും പഠിച്ചതും ഇവൻ പഠിക്കാനുള്ള ഇനീഷ്യൽ കാശൊക്കെ മുത്തച്ഛനാണ് കുറച്ച് കൊടുത്തത്. അതൊക്കെ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും തിരിച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവൻ തീരുമാനിച്ചു, എന്തായാലും ഇന്നിവിടെ നിൽക്കുവാണ്, ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ മുത്തച്ഛൻ്റെ സുഹൃത്തിൻ്റെ ആളുടെ സഹായത്തിൽ അവിടുത്തെ 2 ആൾക്കാരെയും കൂട്ടി അദ്ദേഹം കുറച്ച് 2 ആൾക്കാരെ അറേഞ്ച് ചെയ്തു. അന്ന് മൊത്തം ആ വർക്ക്ഷോപ്പ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. ഉള്ളിലെ മാറാമ്പലെ കളഞ്ഞു. എന്നിട്ട് ഇവൻ അവിടെ എല്ലാ ടൂൾസും ഇവൻ വാരി എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഒന്നുകൂടെ മുറിച്ച് കൂട്ടാനും ശരിയാക്കാനൊക്കെ ആയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഇവനെ കണ്ടപ്പോൾ എന്നും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ടുള്ളൂ. പക്ഷെ അന്ന് വന്നപ്പോൾ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ വന്നത്. അപ്പോൾ ഇത് കണ്ട വൈഫ് ചോദിച്ചു, നിങ്ങളെന്താണ് ഇത്രയും എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്? നാട്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ ശരിയാണോ, വീടും പറമ്പിനും കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ പറഞ്ഞു, വീടൊക്കെ എല്ലാം അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. വർക്ക്ഷോപ്പ് ആകെ പൊടി പിടിച്ചെടുക്കുമായിരുന്നു. ഞാനത് 2 ആൾക്കാരെ വെച്ചാൽ മൊത്തം ക്ലീൻ ചെയ്യിച്ചു. അവിടുത്തെ ടൂൾസ് എടുത്തുകൊണ്ട് ഞാൻ മുറിച്ച് കൂട്ടാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എനിക്കതൊന്ന് സെറ്റാക്കി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് വൈഫ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കാർപ്പൻറ്ററി വർക്കിലേക്ക് പോവാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ആ കാർപ്പൻറ്ററി വർക്ക്ഷോപ്പ് ഒന്ന് റീഓപ്പൺ ചെയ്യണം, അത് ചെയ്യണം. പക്ഷേ ഇത്രയും നാളും നീ എന്നോട് എന്നും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ജോലിയിൽ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് ഇന്നത്തെ ദിവസത്തെ ആയിരിക്കും എന്ന് പറഞ്ഞതിനേക്കാളും ഉപരി എനിക്ക് എൻ്റെ ചെയ്യുന്ന വർക്കിനോടുള്ള താല്പര്യത്തെക്കാളും കൂടുതൽ എനിക്കിത് ചെയ്യാനായിരുന്നു താല്പര്യം. അതായിരുന്നു എൻ്റെ പ്രോബ്ലം എന്ന്. അപ്പോൾ വൈഫ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വീക്കെൻഡുകൾ കുറച്ചൊക്കെ വർക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടും ചെയ്തു നോക്ക്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വീക്കെൻഡ് ഞാനെല്ലാം മാനേജ് ചെയ്തോളാം, നിങ്ങൾ അതിൽ വേണമെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എല്ലാ വീക്കെൻഡുകളും ഈ അടുത്ത വീക്കെൻഡ് ആയപ്പോൾ അദ്ദേഹം ആ ടൂൾസ് എല്ലാം തിരിച്ച് മേടിച്ചു കൊണ്ടുവന്ന് ഈ വർക്ക്ഷോപ്പിൽ വെച്ചു. അവിടെ തന്നെ കുറച്ച് തടികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പകുതി പണിത ഒരു ചെയർ ഉണ്ടായിരുന്നു. ആ ചെയർ പയ്യെ അദ്ദേഹം ചെയറിൻ്റെ സ്ട്രക്ചറാണ് തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മിനുസായിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അതൊക്കെ ഒന്ന് നോക്കി പഠിച്ച് അതെല്ലാം ഒന്ന് ചെയ്തൊന്ന് വീണ്ടും ഒന്ന് റെഡിയാക്കി കുറച്ച് ടൂൾസൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. പുള്ളി ഈ കസേര മിനിക്ക് കൊണ്ടുവന്ന് ചെയ്തെടുത്ത് അതിന് തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. അത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യനെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത് എൻ്റെ കൈകൊണ്ട് മിനുസപ്പെടുത്തിയതാണ്,
ചെയ്താണ് എങ്ങനെയായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്നായിട്ടുണ്ട്, നല്ല വർക്കാണത്, നിങ്ങൾക്ക് ശരിക്കും അത് സ്കില്ലുണ്ടെന്ന് എനിക്ക് തോന്നാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീക്കെൻഡുകളിൽ അവർ കാർപ്പൻറ്ററി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിൻ്റെ ആ ടൗണിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ പോയി അദ്ദേഹം ITI പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെ പോയി വീക്കെൻഡ് ക്ലാസ് ആയിട്ട് ജോയിൻ ചെയ്തു. കാര്യം പറഞ്ഞാൽ അവിടെ കൂടെ പഠിക്കുന്ന എല്ലാം 18-20 വയസ്സുള്ള പിള്ളേരൊക്കെ ആണെങ്കിലും അദ്ദേഹം അവരുടെ കൂടെ പഠിച്ച്, അപ്പോൾ അവിടുത്തെ ടീച്ചറാണെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ശരിക്കും ഇൻബൗണ്ട് ആയിട്ടുള്ള സ്കില്ലുണ്ട്, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീൽഡ് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ടീച്ചറും അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാ വീക്കെൻഡും ഇങ്ങനെ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1-2 മാസം കടന്നുപോയി. അദ്ദേഹം അത്യാവശ്യം ബേസിക് സ്കിൽസൊക്കെ ആയി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു ടേബിൾ പണിയുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നത്, ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ള ആ വീടിന് ചേരുന്ന ഒരു ടേബിൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വർക്ക് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ആ സുഹൃത്തിൻ്റെ നിന്ന് ആ വർക്ക് പിടിക്കുന്നു, ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ടേബിള് ഈ കൂടെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച 1-2 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നല്ല ടൂൾസൊക്കെ മേടിച്ചിട്ട് ആ ടേബിൾ നന്നായിട്ട് ചെയ്യുന്നു. ആ ടേബിൾ ആ ഫ്രണ്ടിൽ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണലായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിരുന്നാൽ പോലും ഇത്ര നന്നായിട്ട് ഈ വർക്ക് ചെയ്ത് കിട്ടുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഏതായാലും ചെയ്താൽ നല്ല വർക്കാന്ന് പറഞ്ഞ് ഇവനെ കുറേ പ്രശംസിക്കുന്നു. ആ സുഹൃത്തിൻ്റെ സുഹൃത്ത് ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ ടേബിൾ കണ്ടപ്പോൾ ഇതെവിടെ ചെയ്തതെന്ന് ചോദിച്ച് ആ ഹോട്ടലിലേക്ക് വേണ്ടി കുറച്ച് കസ്റ്റമൈസ് ആയിട്ടുള്ള ചെയർസും ടേബിൾസും ചെയ്യാൻ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ വർക്കുകൾ ഇവനോട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഇവനിപ്പോൾ ആ കാർപ്പൻറ്റർ ചെയ്യുന്ന പിള്ളേരെയും കൂട്ടി ഇവനും ചൂടി വീക്കെൻഡ്സും ഇദ്ദേഹം അവിടെ നിൽക്കും, ബാക്കി ഡേയ്സിൽ ആ പിള്ളേരെ കൊണ്ട് വർക്ക് ചെയ്യിക്കും. അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് വേണ്ടിയുള്ള ഓർഡറും കൃത്യമായിട്ട് എടുത്തു. അങ്ങനെ ആ ഹോട്ടലിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം നല്ല രീതിയിൽ എമൗണ്ട് കിട്ടി. അപ്പോൾ ഇദ്ദേഹം ഈ ചിന്തിക്കാൻ തുടങ്ങി, ഈ ഉള്ള ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്താലോ. വൈഫിനോട് കാര്യം പറഞ്ഞു. വൈഫ് പറഞ്ഞു നമുക്ക് എത്ര നാൾ ശമ്പളം ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റുന്ന നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ബാങ്ക് ബാലൻസ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 8 മാസത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെ പോയാലും ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും പഠിക്കുന്നില്ല, കസ്റ്റമൈസ് ആയിട്ട് ആൾക്കാരുടെ റിക്വയർമെൻറ്റ് വരുന്ന വർക്ക് മാത്രം പഠിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ തന്നെ എങ്ങനെയായാലും അടുത്തൊരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വൈഫിനോട് ഉറപ്പ് പറയുന്നു. അദ്ദേഹം പിറ്റേ ദിവസം പോയി ജോലി റിസൈൻ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ പല റെഫറൽ വഴിയും പല 1-2 വർക്കുകളൊക്കെ കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 3 മാസം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മന്ത്ലി കിട്ടിക്കൊണ്ടിരുന്ന സാലറി ഏകദേശം അത്ര എമൗണ്ട് തന്നെ ഓരോ സെയിൽ നടത്തി അദ്ദേഹത്തിന് കിട്ടാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഇവിടെ 2 പണിക്കാരായിട്ടുള്ള അദ്ദേഹത്തിന് കൂടെ പഠിച്ച 2 പിള്ളേർ അവരുടെ ശമ്പളവും കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു കാർപ്പൻട്രി ഡൊമൈനിൽ നല്ല അറിയപ്പെടുന്ന ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു കാർപ്പൻട്രി ഷോപ്പിൻ്റെ ഓണറായി മാറി. അപ്പോൾ ഇതിൻ്റെ ബേസ് ഇതാണ്, നമ്മൾ എപ്പോൾ ആണ് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല മാറ്റർ, നമുക്ക് നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ നമ്മളതിൽ ഫോക്കസ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നാൽ പോലും നമുക്ക് പിന്നെയും അത് കയറി പോരാൻ പറ്റും. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ സ്റ്റോറിയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ.